പുതിയ കുട്ടിയെത്താണ് നമ്മുടെ ആവണിക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. ഇപ്പൊ എല്ലാരും അന്വേഷിക്കുന്ന അങ്ങനെ നമ്മുടെ പുതിയ ആവണിക്കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് അന്വേഷിക്കുക. മഞ്ഞത്ത് നടന്നു വന്നിട്ട് ഇങ്ങനെ വിറക്കുന്നില്ലേ? ഇല്ല, എന്തൊക്കെ പറയുന്നത് ആവണി? സാർ ഇന്ന് ഡെഡിക്കേഷൻ റൗണ്ട് ആയിട്ടാണ് ക്രിസ്മസ് വിശേഷം എന്താ? ക്രിസ്മസ് വിശേഷം വീട്ടിൽ സ്റ്റാർ തൊട്ടില്ല. അതാണോ വിശേഷം? അത് അച്ഛൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്റ്റാർ ഉള്ളതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതല്ല, അത് അച്ഛൻ പറഞ്ഞു നമുക്ക് ഇതും ഈ ഷൂട്ടും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വർഷം ഇടാം. അത് അടുത്ത ക്രിസ്മസിനാണ്. അല്ല, ഈ ക്രിസ്മസിന് തന്നെ ഇടും. ഈ ക്രിസ്മസിന് തന്നെ ഇടും. ഏത് പാട്ട്? പിന്നെ എന്നോടൊന്നും പറയാതെ. ആരുടെ പാട്ടാണ്? എന്താ പറയാത്തത്? അങ്ങനെ അല്ല, പകൽ പക്ഷി പറന്നു പോയി, അതുകൊണ്ടൊന്നും പറയാതെ. പറന്നു പോയതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ അത് പറന്നായിട്ട് അതിന്റെ കൂട്ടിൽ പോയിരുന്നു. അപ്പൊ കൂട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ അടുത്തിരുന്നു. അപ്പൊ പാട്ടും പറന്നു പോയില്ലേ? അല്ല, മനസ്സിലുണ്ടായിരുന്നോ? ഉള്ളിലുണ്ടായിരുന്നോ? എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും പാടി. ആ പകൽ പക്ഷി പാടിയ പാട്ടാണല്ലേ? അച്ഛന് ഡെഡിക്കേഷൻ ആണ്. എന്തുകൊണ്ടാണ്? അച്ഛൻ എന്താന്ന് വെച്ചാ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണിത്. അപ്പൊ അച്ഛൻ ഇടയ്ക്കൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോ ഒക്കെ പാടിപ്പിക്കാറുണ്ട്. അപ്പൊ അച്ഛൻ അപ്പോഴേ ഇങ്ങനെ പറയും നമുക്ക് ഈ പാട്ട്. ഞാൻ പലയിടത്ത് പാടാൻ നോക്കിയിട്ടുണ്ട്, പല വേദിയിൽ ഇത് പാടാൻ ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് ഇത് പാടാച്ചാന്ന് പറയും. പക്ഷെ അച്ഛൻ പറയും വേണ്ട മോനെ, നമുക്കിത് വേറൊരു നല്ലൊരു അതിനൊരു അവസരം കിട്ടും, അപ്പൊ നിനക്ക് പാടാം. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. പക്ഷെ കുറച്ച് ഇപ്പോഴാണ് എനിക്ക് അച്ഛൻ അന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ അച്ഛന്റെ ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ ഞങ്ങള് ഷോപ്പിൽ പോവാണെങ്കിൽ അച്ഛൻ എന്നോട് ഇന്ന വേണമെന്നൊന്നും ചോദിക്കില്ല. പക്ഷെ എനിക്കാണെങ്കിൽ അച്ഛനോട് പറയാൻ മടിയാ അത് വേണമെന്ന്. അപ്പൊ ഞാൻ അമ്മയോട് പറയും, അമ്മ എനിക്കിത് വേണം. അപ്പൊ അമ്മ അത് അച്ഛനോട് പറഞ്ഞിട്ടാണ് എനിക്ക് വാങ്ങിച്ചു തന്നെ. പക്ഷെ അച്ഛൻ എല്ലാ സാധനവും വാങ്ങിച്ചു തരും. അപ്പൊ അങ്ങനെ എനിക്കൊരു ഹെഡ്ഫോൺ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് അച്ഛനോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ എനിക്കിവിടെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നു. അത് എനിക്കത് സർപ്രൈസ് ആയി. ഞാൻ പറയാതെ തന്നെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നു. അമ്മയോടും പറഞ്ഞിട്ടില്ല, അച്ഛനോടും പറഞ്ഞില്ല. അത് ഞാൻ ഉള്ളിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നു. പിന്നെ ഞാൻ വേറെ ആക്കാ ഡെഡിക്കേറ്റ് ചെയ്യാ ഈ പാട്ട്. മൂവി ഷിക്കാർ, ഇയർ 2010, മ്യൂസിക് എം ജെ സാർ, പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാർ. വെരി ഗുഡ്. ഒരു കുട്ടി കൂടി പാടിയിട്ടുണ്ട്, അത് ലത കൃഷ്ണ. ലത ഇപ്പൊ കാനഡയിലാണ്, നല്ലൊരു സിംഗറാണ്. ഇത് വളരെയധികം മധുരിക്കുന്ന ഒരു ഹൃദയാനുഭവമാവട്ടെ അച്ഛന് അമ്മയ്ക്ക്. അതിനു വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, പാടിക്കോളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ഒരു തൂവലുമായി അകലി നിൽപ്പൂ ജലമൗനം. പിന്നെ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നെങ്ങോ പോയി.
മനസ്സിലായ ഒരു അച്ഛന്റെ മനസ്സ്. മനസ്സിലായി. ഇന്ന് അവനെക്കുട്ടി കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഇത് പറയുന്നത് 97.5 out of 100. Thank you, sir. All the best. Thank you. Ta-ta. Ta-ta. Good night. Good night.